ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാൻ നായകനായി സെൽവമണി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത കാന്ത തിയേറ്ററിലെത്തിയിട്ട് ആദ്യ ശനിയാഴ്ച കൂടിയ രണ്ടാമത്തെ ദിവസമാണ് കടന്നു പോകുന്നത്. തെലുങ്ക്, തമിഴ് എന്നിങ്ങനെ രണ്ട് ഭാഷകളിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ സമുദ്രക്കണി, ഭാഗ്യശ്രീ ബോൾസെ, റാണ ദഗപതി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. മലയാളം പതിപ്പ് കേരളത്തിൽ റിലീസ് ചെയ്യപ്പെടാത്തത് കൊണ്ടുകൂടിയാകാം കേരളത്തിൽ ഇന്നലെ കളക്ട് ചെയ്തത് 1,10,00,000 രൂപയായിരുന്നു. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 1,85,00,000 രൂപയും ആന്ധ്ര തെലങ്കാനയിൽ 1,70,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് കളക്ട് ചെയ്തത് 40,00,000 രൂപയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 10,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 5,15,00,000 രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. ഓവർസീസ് കളക്ഷനായി ഈ സിനിമ $5,60,000 കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 5 കോടി രൂപ. അങ്ങനെ 10,15,00,000 രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. സാക്കിനിക്കിന്റെ ഈ കളക്ഷൻ ഡാറ്റ ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 10,50,00,000 രൂപയാണ്. വേഫെയർ ഫിലിംസ് എന്ന് പ്രസിദ്ധീകരിച്ച കളക്ഷൻ ഡാറ്റയും പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാക്കിനിക്കിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ ഡാറ്റ പ്രകാരവും കേവലം 35,00,000 രൂപയുടെ വ്യത്യാസം മാത്രമേ നിലവിലുള്ളൂ. അതേസമയം ചില ചെറുകിട ലോക്കൽ ട്രാക്കർമാരുടെ കളക്ഷൻ ഡാറ്റ പ്രകാരം ഈ സിനിമ 8 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 1 കോടിക്ക് താഴെ കളക്ഷൻ മാത്രമേ ഈ സിനിമയ്ക്ക് കേരളത്തിൽ ലഭ്യമായിട്ടുള്ളൂ. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 90 ലക്ഷം റേഞ്ചിലാണ്. അപ്പോൾ ആദ്യ 2 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 2 കോടി റേഞ്ചിലാണ്. അതേസമയം ഇന്ന് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6-6.5 കോടി റേഞ്ചിലാണ്. രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ 9.5-10 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 20 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത DSRA എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് മൂന്നാമത്തെ ശനിയാഴ്ച കൂടിയ 16 ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമായി കഴിഞ്ഞ ഈ സിനിമ 15ാം ദിവസമായ വെള്ളിയാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 47 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 15 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 34,37 ലക്ഷം രൂപയാണ്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 65-70 ലക്ഷം റേഞ്ചിലാണ്. അപ്പോൾ 16ാം ദിവസം എന്ന ശനിയാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 35 കോടിക്ക് മുകളിലാണ് എത്തിച്ചേരുന്നത്. സിനിമയുടെ 16 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 76-77 കോടി റേഞ്ചിലുമാണ്. ഇന്നലെ നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ദീദി പ്യാർ ദി 2. അൻഷിൽ ശർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജയ് ദേവ്ഗൺ, മാധവൻ, രാഹുൽ പ്രീതി സിംഗ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 10,60,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശ കളക്ഷനായി 4,20,00,000 നേടിയെടുത്ത ഈ സിനിമ 14,80,00,000 രൂപയാണ് ലോകമെമ്പാടുമായി ഇന്നലെ സ്വന്തമാക്കിയത്. രണ്ടാം ദിവസം എന്ന ശനിയാഴ്ച തകർപ്പൻ മുന്നേറ്റം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുണ്ട്. 12,50,00,000 ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 15 കോടി റേഞ്ചിലാണ്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ 35 കോടിയോളം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. നവാഗതനായ അജയ് ഷാജി സംവിധാനം ചെയ്ത ആമോസ് അലക്സാണ്ടർ എന്ന മലയാള സിനിമ ഇന്നലെ നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. അജു വർഗീസ്, ജാഫർ ഇടുക്കി, താര ജോസഫ്, ഡയാന ഹമീദ് എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 4,80,000 രൂപയാണ്. രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ച 5,50,000 റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 10 ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. SS രാജമൗലി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്ററും ഗ്ലിംസ് വീഡിയോയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര എന്നിവരോടൊപ്പം മലയാളി താരം പൃഥ്വിരാജ് സുകുമാരനും സിനിമയിൽ വേഷമിടുന്നുണ്ട്. വാരണാസി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തൃശൂലത്തിന്റെ ആകൃതിയുള്ള ഒരു കാളക്കുട്ടിയുമായി സവാരി ചെയ്യുന്ന മഹേഷ് ബാബുവിനെയാണ് പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കിഷ്കിന്ദ കണ്ടൻ ടീം വീണ്ടും ഒരുമിക്കുന്ന മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ ദിൻജിത്ത് അയ്യത്തൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, വിനീത്, നരേൻ, ബിനു പപ്പു, ബിയാന മോമിൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. വിലായത്ത് ബുദ്ധ എന്ന പൃഥ്വിരാജ് ചിത്രത്തോടൊപ്പം നവംബർ 21 തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ 1 മിനിറ്റ് 59 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹണി റോസ് നായികയാകുന്ന റേച്ചൽ എന്ന മലയാള സിനിമ ഡിസംബർ 6 തിയേറ്ററിലെത്തുന്നത്. ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ 2 മിനിറ്റ് 24 സെക്കൻഡ് ദൈർഘ്യമുള്ള വളരെ മികച്ചൊരു ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.